മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് താരങ്ങളും അവരുടെ വിശേഷങ്ങളുമെല്ലാം തന്നെ അറിയാനുള്ള ആകാംക്ഷ ഏറെയാണ്. നിരവധി താരങ്ങളാണ് മിനിസ്ക്രീൻ പ്രേമികൾക്കുള്ളത്. എന്നാൽ ഇവരുടെ വിവാഹ ജീവിതം പരമ്പര കാണുന്നത് പോലെ അത്ര സുഖകരമാകണമെന്നില്ല. മലയാള മിനിസ്ക്രീനിൽ രണ്ടാമതും വിവാഹിതരായ താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. അമ്പിളി ദേവി. മലയാള സിനിമാ സീരിയൽ രംഗങ്ങളിലെ നിറസാന്നിധ്യമായ ഒരു അഭിനേത്രിയാണ് അമ്പിളി ദേവി. മലയാള ടെലിവിഷൻ വ്യവസായത്തിൽ ഒരു നടി എന്ന നിലയിൽ സ്വന്തമായ ഒരിടം നേടിയ അമ്പിളി ദേവിയെ തേടി കൈനിറയ അവസരങ്ങളായിരുന്നു എത്തിയിരുന്നത്. 2009 മാർച്ച് 27 തിരുവനന്തപുരം സ്വദേശിയും സിനിമാ സീരിയൽ ക്യാമറമാനുമായിരുന്ന ലോവയുമായും വിവാഹം നടന്നെങ്കിലും പിന്നീട് വിവാഹമോചിതയായി. തുടർന്ന് സീരിയൽ നടൻ ആദിത്യൻ ജയനെ വിവാഹം ചെയ്തുകൊണ്ട് സുന്ദരമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ താരം. ശ്രീലയ. കുട്ടിമണി എന്ന കഥാപാത്രത്തിലൂടെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റാണ് ശ്രീലയ. 3 മണി എന്ന പരമ്പരയിലാണ് ശ്രീലയ കുട്ടിമണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നടി ശ്രുതി ലക്ഷ്മിയുടെ സഹോദരി കൂടിയാണ് ശ്രീലയ. അമ്മ ലിസിയും സിനിമാ താരമാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് നടി പുനർവിവാഹിതയായത്. ബഹ്റൈനിൽ താമസിക്കുന്ന റോബിനാണ് താരത്തിന്റെ ഭർത്താവ്. ദുബായിൽ എഞ്ചിനീയറായ നിവിൻ ചാക്കോയാണ് താരത്തിന്റെ ആദ്യ ഭർത്താവ്. യമുന. ചന്ദനമഴയിലെ പാവം അമ്മായിയമ്മയായി മധുമതിയായി പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് യമുന. വില്ലത്തി വേഷങ്ങളാണ് ഏറെയും ചെയ്തെങ്കിലും ചന്ദനമഴയിലെ മധുമതി എന്ന കഥാപാത്രം താരത്തിന് ഏറെ ആരാധകരെ നേടിക്കൊടുത്തു. മലയാളത്തിലുള്ള അമ്മയായും അമ്മായിയമ്മയൊക്കെ തിളങ്ങുന്ന യമുന ശരിക്കും അരുണാചൽ പ്രദേശ് സ്വദേശിനിയാണ്. അടുത്തിടെയാണ് താരം രണ്ടാമതും വിവാഹിതയായത്. US-ൽ സൈക്കോ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ദേവൻ അയ്യങ്കർ ആണ് താരത്തിന് രണ്ടാമതും വിവാഹം കഴിച്ചിരിക്കുന്നത്. സോനു സതീഷ്. സ്ത്രീധനം എന്ന പരമ്പരയിലൂടെ വേണി എന്ന വില്ലത്തി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക ഹൃദയം കീഴടക്കിയ താരമാണ് സോനു സതീഷ്. നിരവധി സീരിയലുകളിലൂടെ ഭാഗമായ താരം ഒരു മികച്ച നർത്തകി കൂടിയാണ്. എന്നാൽ താരം ഒരു പുനർവിവാഹിത കൂടിയാണ്. ബാംഗ്ലൂരു IT എഞ്ചിനീയറായ ആന്ധ്ര സ്വദേശി അജയ് ആണ് താരത്തിന്റെ ഇപ്പോഴത്തെ ഭർത്താവ്. അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു വിവാഹം. നടൻ ജയന്റെ സഹോദരി പുത്രൻ ആദിത്യനാണ് സോനുവിനെ ആദ്യം വിവാഹം കഴിച്ചത്. രശ്മി സോമൻ. സിനിമാ രംഗത്ത് നിന്നും സീരിയൽ രംഗത്തെത്തിയ നടിയാണ് രശ്മി സോമൻ. 17ഓളം ചിത്രങ്ങളിൽ രശ്മി വേഷമിട്ടിട്ടുണ്ട്. നിരവധി സീരിയലുകളിലും തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ NN നസീറും രശ്മിയും വിവാഹിതരായത്. രശ്മി നായികയായ സീരിയലുകളിലെ സംവിധായകനായിരുന്നു നസീർ. എന്നാൽ വൈകാതെ താരദമ്പതികൾ വിവാഹമോചിതരായി. തുടർന്ന് MBA പഠനം പൂർത്തിയാക്കിയ ശേഷവും താരം സീരിയൽ അഭിനയം തുടർന്നിരുന്നു. TS സജി സംവിധാനം ചെയ്ത പെൺമനസ്സിൽ രശ്മി അഭിനയിച്ചിരുന്നു. വീട്ടുകാർ ആ സമയത്ത് താരത്തിന് വിവാഹവും ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് താരം വീണ്ടും വിവാഹിതയാവുന്നത്. ഗൾഫിൽ ഉദ്യോഗസ്ഥനായ ഗോപിനാഥനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ രശ്മി വിവാഹം കഴിച്ചത്. സ്നേഹ ശ്രീകുമാർ. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന മറിമായം എന്ന പരിപാടി ഓരോ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടതാണ്. സീരിയലിന് പുറമെ മറിമായത്തിലെ ഓരോ താരങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. സീരിയലിൽ ശ്രദ്ധേയരായ മണ്ടോദരിയും ലോലിതനും. മിനിസ്ക്രീനിൽ ഈ കഥാപാത്രങ്ങളിൽ തിളങ്ങുന്നത് സ്നേഹയും ശ്രീകുമാറുമാണ്. ഇരുവരും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹിതരായത്. സ്നേഹയുടേത് ഇത് 2ാം വിവാഹമാണ്. മീര വാസുദേവ്. മോഹൻലാലിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം തന്മാത്രയിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ച താരമാണ് മീര വാസുദേവ്. ഇപ്പോൾ കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ് താരം. സോഷ്യൽ മീഡിയയിൽ സജീവയായ താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട്. വിശാൽ അഗർവാളായിരുന്നു മീരയുടെ ആദ്യ ഭർത്താവ്. 2012 രണ്ടാമത് മീര പ്രണയിച്ചു വിവാഹിതയായി. നടൻ ജോൺ കോക്കനായിരുന്നു മീരയുടെ 2ാം ഭർത്താവ്. ഇതിൽ ഇവർക്ക് ഒരു മകനുമുണ്ട്. എന്നാൽ അധികം വൈകാതെ ഈ ബന്ധവും പിരിഞ്ഞു. മായ മൗഷ്മി. മായ മൗഷ്മി എന്ന പേര് സീരിയൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകില്ല. ദൂരദർശനുകളിലെ സീരിയലുകളിലൂടെ ശ്രദ്ധേയ നടിയാണ് മായ മൗഷ്മി. സിനിമയിലും താരം സജീവമായിരുന്നു. പകിട പകിട പമ്പരം കണ്ടവർ ആരും മായ മൗഷ്മിയെ മറക്കില്ല. ഇത് മാത്രമല്ല 45ഓളം സീരിയലുകളിലാണ് മായ എത്തിയത്. ഇതിൽ മിക്കതും പ്രധാന വേഷത്തിൽ തന്നെയായിരുന്നു. സിനിമകളിലും സജീവ സാന്നിധ്യമായിരുന്ന മായ മൗഷ്മി. ഉദയകുമാറുമായാണ് താരം രണ്ടാമതും വിവാഹമോചിതയായത്. 2 തവണ വിവാഹമോചിതയുമായ ഇപ്പോൾ വിപിൻ എന്ന മാർക്കറ്റിംഗ് ഹെഡിനെ വിവാഹം ചെയ്ത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുകയാണ്. നീന കുറുപ്പ്. മലയാള സിനിമ ടെലിവിഷൻ അഭിനേത്രി കൂടിയാണ് നീന കുറുപ്പ്. കോഴിക്കോട്ടുകാരിയായ ഈ താരം നിരവധി സിനിമകളിലും സീരിയലുകളിലും തിളങ്ങി നിന്നിരുന്നു. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർസിനൊപ്പം അഭിനയിക്കാനുള്ള അവസരവും താരത്തെ തേടിയെത്തിയിരുന്നു. തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഷിലിനെയാണ് വിവാഹം കഴിച്ച അവർ പിന്നീട് വിവാഹമോചനം നേടി. തുടർന്ന് കണ്ണൻ എന്നയാളെ വിവാഹം കഴിച്ചു. എന്നാൽ ആ വിവാഹബന്ധവും വേർപിരിഞ്ഞു. ദമ്പതികൾക്ക് പവിത്ര എന്ന ഒരു മകളുമുണ്ട്. സീനത്ത്. മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ നൽകിയ നടിയാണ് സീനത്ത്. നാടകത്തിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തി. നിരവധി സീരിയലുകളിലും വേഷമിടുകയും ചെയ്തിട്ടുണ്ട്.
18-ാം വയസ്സിലാണ് സീനത്ത് 54 വയസ്സുള്ള KT മുഹമ്മദിനെ വിവാഹം ചെയ്തത്. എന്നാൽ ആ ബന്ധത്തിന് 16 വർഷത്തെ മാത്രം ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നാലെ അനിൽകുമാർ എന്നയാളെ വിവാഹം ചെയ്തു.